നടി കവിയൂർ പൊന്നമ്മ അന്തരിച്ചിരിക്കുന്നു. ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. നടി കവിയൂർ പൊന്നമ്മ അന്തരിച്ചിരിക്കുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കഴിഞ്ഞ കുറച്ച് ദിവസമായി അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇപ്പോൾ അന്ത്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വാർത്തകൾ പുറത്തേക്ക് വരുന്നു. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മലയാള സിനിമകളിലെ അമ്മ കഥാപാത്രത്തെ ഇത്രത്തോളം ഭംഗിയോടുകൂടി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന മറ്റൊരു അഭിനേത്രി ഉണ്ടായിരുന്നോ എന്ന് പോലും സംശയമാണ്. അത്രത്തോളം മലയാളി മനസ്സിൽ ഒരു അമ്മയുടെ സ്ഥാനം തന്നെ ഉണ്ടായിരുന്ന നടിയാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. മലയാള സിനിമയ്ക്ക് വലിയൊരു നഷ്ടം ആണ് സംഭവിച്ചിരിക്കുന്നത്. ഒരിക്കലും നികത്താൻ കഴിയാത്ത വിടവ്, ആ ഒരു വിടവ് സൃഷ്ടിച്ചുകൊണ്ടാണ് കവിയൂർ പൊന്നമ്മ വിട വാങ്ങിയിരിക്കുന്നത്. അല്പനിമിഷം മുമ്പാണ് ഈ വാർത്ത പുറത്തേക്ക് വന്നത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. രോഗബാധിതയായി ഏറെക്കാലമായി ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ആരോഗ്യനില വളരെ ഗുരുതരമായി തന്നെ തുടരുകയായിരുന്നു എന്നുള്ളതാണ് ഇന്നലെ വരെയും വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ. ഇപ്പോൾ അന്ത്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഭവ്യ പാർവതി ചേരുന്നു വിവരങ്ങളുമായി. ഭവ്യ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളികളുടെ മനസ്സിലെ അമ്മയുടെ സാന്നിധ്യമാണ്. മലയാളികൾക്ക് ചിത്രങ്ങൾക്കപ്പുറം കവിയൂർ പൊന്നമ്മ എന്ന് പറഞ്ഞാൽ അമ്മയുടെ മുഖം പോലെ തന്നെ, അല്ലെങ്കിൽ ആ ഒരു ചൈതന്യത്തിൽ തന്നെയാണ് എല്ലാവരും എപ്പോഴും കാണുന്നത്. ആ നടി നമ്മളെല്ലാം വിട്ടു പിരിഞ്ഞിരിക്കുകയാണ്. അന്ത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ഭവ്യ? ആര്യ, ഏറെ ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നടിയും മലയാള സിനിമയുടെ അമ്മ അന്തരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രമാത്രം അമ്മ മുഖമുള്ള കവിയൂർ പൊന്നമ്മയാണ് ഇപ്പോൾ വിടവാങ്ങിയത്. ഇവർ കഴിഞ്ഞ കുറച്ച് നാളുകളായി അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. വാർദ്ധക്യ സഹിതമായ അസുഖങ്ങളെ തുടർന്ന് ആരോഗ്യനില വഷളായിരുന്നു. അങ്ങനെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ കവിയൂർ പൊന്നമ്മ അന്തരിച്ചതെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായ അഭിനയത്തിൽ നിന്ന് കവിയൂർ പൊന്നമ്മ വിട്ടുനിൽക്കുകയായിരുന്നു. അനാരോഗ്യത്തെ തുടർന്ന് തന്നെയായിരുന്നു ഇത്തരത്തിൽ സിനിമയിൽ നിന്ന് വിട്ടുനിന്നത്. പക്ഷേ മലയാളികളെ സംബന്ധിച്ച് എപ്പോഴും അമ്മ മുഖം, സിനിമയിലെ അമ്മ മുഖം എന്ന് പറയുമ്പോൾ എന്നും മനസ്സിലേക്ക് ഓർത്തു വരുന്നൊരു മുഖമാണ് കവിയൂർ പൊന്നമ്മ. കഴിഞ്ഞ ദിവസമൊക്കെ കവിയൂർ പൊന്നമ്മയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ ഏറെ ദുഃഖകരമായ വാർത്ത മലയാള സിനിമയിൽ നിന്ന് പുറത്തു വരികയാണ്. കവിയൂർ പൊന്നമ്മ അന്തരിച്ചിരിക്കുന്നുള്ള വാർത്തയാണ് വരുന്നത്. പത്തനംതിട്ട ജില്ലയിലെ കവിയൂർ എന്ന ഗ്രാമത്തിലാണ് പൊന്നമ്മ, മലയാളികളുടെ പൊന്നമ്മ ജനിച്ചത്. മലയാളിക്ക് എന്നും അമ്മയാണ് കവിയൂർ പൊന്നമ്മ. എന്നും മലയാളികൾ ഒരുപക്ഷെ സിനിമ കുട്ടിക്കാലം മുതലേ അവർ സിനിമയിൽ അഭിനയിച്ചു. പക്ഷേ ഒരു പ്രായം തൊട്ട് അങ്ങോട്ട് അമ്മ വേഷത്തിലാണ് മലയാളികൾ കവിയൂർ പൊന്നമ്മയെ കണ്ടത്. കുട്ടിക്കാലം മുതൽ അമ്മയായി അഭിനയിച്ചു തുടങ്ങിയ ആളാണ് കവിയൂർ പൊന്നമ്മ. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലിനൊപ്പമാണ് അമ്മ വേഷത്തിൽ അവർ അഭിനയിച്ചുകൊണ്ടിരുന്നത്. ശരി, ഭവ്യ